ഓം ശാന്തി. ബാബയുടെ മധുര മഹവാക്യം. പാരീസ് അവകാശി ശ്രീമത്. ബാബയുടെ മുരളിയിൽ പലപ്പോഴും ഈ പദം കേട്ടിട്ടുണ്ട്. ഹിന്ദിയിൽ വാരിസ് എന്നും മലയാളത്തിൽ അവകാശി. ആരെയാണ് ബാബ വാരിസ് അവകാശി കുട്ടി? ഇന്നത്തെ ചോദ്യോത്തരമേ അതായിരുന്നില്ല. എന്താ പറയുക? ആരാണോ ശരീരം, മനസ്സ്, മനം സമർപ്പിച്ച് ഭഗവാന്റെ അടുത്ത് ബലിയർപ്പണമായി, അവർക്ക് 21 ജന്മത്തെ അവരുടെ ഭഗവാൻ സഹജമായി അവർക്ക് 21 സർവസ്വം പാരീസ് ക്വാളിറ്റി കൊണ്ട് നമ്മൾ ബാബയുടെ അവകാശം. രണ്ടാമത്തത് ബാബയെ നമ്മുടെ അവകാശം. നമ്മുടെ സർവസ്വത്തിനും ബാബയെ അവകാശിയാക്കുമ്പോൾ നമ്മൾ ബാബയുടെ. നമ്മൾ അവകാശികളായി ബാബയെ നമ്മുടെ സമ്പത്തിൻ്റെ അവകാശി, നമ്മുടെ സ്വത്തും വീടും നമ്മുടേതായതെല്ലാം ബാബയ്ക്ക് ആണ് അവകാശിയാക്കുക. ഈ ശരീരം കൊണ്ട് നമ്മൾ യജ്ഞത്തിൽ വളരെ ചെയ്യുന്നു. ബ്രഹ്മബാബയെക്കുറിച്ചും തൻ്റെ സർവസമ്പത്തും യജ്ഞത്തിൽ സമർപ്പിച്ചു, സെക്കൻഡിൽ. പക്ഷേ ബാബാവസാനം തൻ്റെ വൃദ്ധ ശരീരവും, കാരണം ബാബയ്ക്ക് 60 വയസ്സിന് ബാബയെ കിട്ടി. 60 വയസ്സ് മുതൽ 33 വർഷം, 93 വയസ്സ് വരെയും ബാബ തൻ്റെ ഈ വൃദ്ധ അതും രോഗി ശരീരവും ജീവി തൻ്റെ ശരീരം കൊണ്ടും ബാബ കർമ്മണ സേവാധാര. മനസ്സുകൊണ്ട് വാരിസ അവകാശിയ ബാബയെ നമ്മുടെ ആരുടെ മനസ്സ് മന്മനാഭവേ, മനസ്സിന് ബാബ തന്നിരിക്കുന്ന ശ്രീമത് വാരിസ് കുട്ടി അർത്ഥം എന്താണ്? അവകാശി കുട്ടി ബാബയുടെ സമ്പൂർണ്ണ ശരീരത്തിലെ സർവകർമ്മേന്ദ്രിയവും ബാബയുടെ ഡയറക്ഷൻ മാത്രമേ മനസ്സവരുടെ മന്മനാഭവേ. മനസ്സിൽ ഓരോ സങ്കല്പവും ബാബ പറയും സകാശയായി മാറും. ഓരോ വാക്കുകളും ഒരു വരദാനമായി. ധനം ഈശ്വരീയ ശ്രീമതപ്രകാരം ധനത്തെ അവർക്ക് ബാബ വീട് വേറെ, സ്വന്തം വീട്. ബാബയുടെ എത്രയോ കുട്ടികൾ അങ്ങനെ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങുമ്പോൾ ബാബയുടെ വീട്ടിലേക്ക് പ്രൊഫഷൻ, ബാബ വീട്ടിലേക്ക് എന്ത് വാങ്ങുന്നു? ഒരു സോപ്പ് വീട്ടിലേക്ക് വാങ്ങിയ
സെൻറ്ററിലേക്ക് എത്ര എണ്ണം വാങ്ങണം? എത്രയോ ആത്മാക്കൾ അങ്ങനെ. ഇവൻ മിലിറ്ററി ക്യാൻറ്റീനിൽ പോയി അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് സാധനം വാങ്ങുന്ന, ആ ക്യാൻറ്റീനിൽ നിന്ന് നല്ല സാധനം വാങ്ങുന്നത് ഭഗവാന്റെ വീട്ടിൽ ബാബയ്ക്കാണ്. കാരണം ബാബയാണ് എൻ്റെ മൂത്ത പുത്രൻ. അങ്ങനെ ഭഗവാനെ തൻ്റെ മൂത്ത പുത്രനാക്കി ആ മൂത്ത പുത്രന് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യും. അപ്പോൾ താഴെയുള്ള മക്കളുടെ എല്ലാം കാര്യം ഓട്ടോമാറ്റിക് എന്ന വിശ്വാസത്തോടു കൂടി ഓരോ കാര്യങ്ങളും. ഇത് കേവലം പച്ചക്കറിയുടെയോ പ്രൊവിഷൻ. ബാബയുടെ വീട് എൻ്റെ വീടെന്ന ഫീൽ. എങ്ങനെയാണോ ഇരിക്കുന്ന വീട്ടിൽ എല്ലാ കാര്യങ്ങളും, അവരവരിയ്ക്കുന്ന വീട്ടിലെ കാര്യങ്ങളെല്ലാം ആരാ ചെയ്യണം? അവരവർ തന്നെയാണല്ലോ. നമ്മുടെ വീട്ടിലിരുന്ന് വീട് പഴയതായി അഴുക്കായി പെയിൻ്റ് ചെയ്യാൻ സമയമായി നമുക്ക് എന്ത് തോന്നും? വീടിന് പെയിൻറ് ചെയ്യാൻ. അപ്പോൾ പെയിൻറ്റിങ്ങിനുള്ള അല്ലേ ആൾക്കാരും അതിനുള്ള ധനവും എല്ലാം സമാഹരിക്കും. ബാബയുടെ വീടും അതേപോലെ പെയിൻറ് പോയി ബാബയുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കും. സങ്കല്പം തന്നെയോ, കാരണം എൻ്റെ വീടാണ് ബാബയുടെ വീട്. അപ്പോൾ തമ്മിൽ പരിവാരത്തിലെല്ലാവരോടും ബാബയുടെ വീട്. അപ്പോൾ അതിനുള്ള ഓട്ടോമാറ്റിക്കലി ആൾക്കാരെയും ജോലിക്കാരെല്ലാം നിമിത്തായവരോട് സിസ്റ്ററെ ബാബയുടെ വീട് പെയിൻ്റ് അടിക്കാൻ സമയം എല്ലാം ഇങ്ങോട്ടും. സെൻറ്ററിലിരിക്കുന്ന സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ നമ്മളോട് പറയേണ്ടി വരരുത് പെയിൻറ്റിങ്ങിന് സമയമായി പെയിൻറ് ചെയ്യണം. കാരണം ഓരോ സേവാകേന്ദ്രവും ബാബയുടെ വീടായതും ബാബയുടെ മക്കളായി നമ്മളെല്ലാവരും ബാബയുടെ കാര്യത്തിൻ്റെ അവകാശിക്കും. സെൻറ്ററിൽ താമസിക്കുന്ന 2, 3, 10 പേര് സെൻറ്ററിലെ ഓരോ കാര്യത്തിനും ബാബയുടെ വീട്ടിലെ ഓരോ കാര്യത്തിനും ഉത്തരവാദിത്വം ഓരോട്. ആ ഫീലിംഗ് ആർക്കാണ്? A to Z കാര്യം. ബാബയുടെ വീട്ടിൽ എന്ത് കാര്യം നടക്കും? മാസത്തിലെ ഭട്ടി നടക്കും. അവകാശി കുട്ടികളാരാണ്? അവർക്ക് ചിന്ത വരും, ആ ഭട്ടി അനൗൺസ് ചെയ്തു, എനിക്ക് സാധനങ്ങൾ എത്ര പേര് ഭട്ടി, എത്ര പേര് പങ്കെടുക്കും, അതിന് വേണ്ടുന്ന പ്രൊവിഷൻ, പച്ചക്കറി സെൻ്ററെല്ലാം ക്ലീൻ ചെയ്യണം, ക്ലാസ് റൂം അറിയും. അതായത് അവർ ഭട്ടി ക്ലാസ്സിൽ വന്ന് ഭട്ടിയുടെ സമയത്ത് മാത്രം വന്നിരുന്നു, ക്ലാസ് കേട്ടു, യോഗം ചെയ്തു പോയി. അവകാശി പാരീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഭട്ടിക്ക് വേണ്ടുന്ന എല്ലാ തയ്യാറെടുക്കും. ക്ലാസ് റൂം സെറ്റ് ചെയ്യും, നമ്മൾ നേരത്തെ പോകും. ബ്രദേഴ്സ് ആണെങ്കിലും ചിന്ത വരും, നമ്മൾ പോകണം, എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യണം. അമ്മമാരടിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഫാനെല്ലാം ക്ലീൻ ചെയ്തു, അതിലും ജനലും തുറച്ചു, മറാല തട്ടിക്കൊടുക്കാൻ സ്വമേധയാ തോന്നലും. അത് ഭട്ടി ദിവസം നമ്മൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടു ക്ലാസ്സിൽ പോയിരുന്നു, ക്ലാസ് കേട്ടു, ക്ലാസ് നേരെ തിരിച്ച് വീട്ടിൽ പോയി ഞാൻ ഭട്ടി ചെയ്തു വന്നു. അതൊരു ലെവല്. ക്ലാസ് കേൾക്കണം, യോഗം ചെയ്യണം, ബാബയുടെ യൂണിഫോമിൽ വരണം. അത് മാത്രം കൊണ്ട് വാരിസാണ്. ഒരു രാജധാനിയുടെ സ്ഥാപന ബാബ നടത്തുക. ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, രാജ ക്വാളിറ്റിയാണോ പ്രജ ക്വാളിറ്റിയാണോ? വാരിസ് ആത്മാവാണെങ്കിൽ 4 വിഷയത്തിലും ഒരേപോലെ മാർക്ക് വാങ്ങും. പഠിപ്പിൽ നമ്പർ 1, അമൃത് വേള മുതലുള്ള യോഗത്തിൽ നമ്പർ 1, ധാരണകൾ ദിവ്യഗുണങ്ങളുടെ ധാരണയിലും അതുപോലെ തന്നെ ഈശ്വരീയ നിയമങ്ങളും മര്യാദകളും പാലിക്കുന്നതിൽ നമ്പർ 1. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അയ്യോ ഇത് നാട്ടു നടപ്പ് ഇങ്ങനെയല്ലേ, നമ്മൾ ബാബ പറയും പോലെ എങ്ങനെ ചെയ്യും? ഒരു കലിയുഗി നാട്ടു നടപ്പിനനുസരിച്ചല്ല നടക്കുക. ഈശ്വരീയ കുലത്തിൻ്റെ മര്യാദകളും നിയമങ്ങളും എന്താണോ അതിനനുസരിച്ച് പോകും. പക്ഷേ ഈശ്വരീയ മര്യാദകൾ പാലിക്കുന്നതും എങ്ങനെയായിരിക്കും? അതാണ് ബാബ എന്ന ശ്ലോകനിൽ പറഞ്ഞ്, കൂടെയുള്ള ആൾക്കാരെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യുക്തിയുക്തമായിട്ട് ചേർത്ത് കൊണ്ടുപോകും.
അല്ലാതെ ഈശ്വരീയ മര്യാദകളും നിയമങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുക, വെറുപ്പിക്കുക, അതുമല്ല. അത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഞാൻ എത്രത്തോളം ബാബയുടെ ഒരു വാരിസ് ആത്മാവാണ്, അവകാശി കുട്ടിയാണ്. ഒന്ന്, ഞാൻ ബാബയെ അവകാശിയാക്കുക. ഞാൻ ബാബയെ അവകാശിയാക്കുമ്പോഴാണ് ബാബയുടേതിൻ്റെതിനെല്ലാം ഞാൻ അവകാശിയായിട്ട് മാറണം. അപ്പോൾ ഭഗവാനെ എനിക്ക് എങ്ങനെയൊക്കെ അവകാശിയാക്കി മാറ്റാൻ പറ്റും? വിചാരിക്കരുത് ഒരിക്കലും യജ്ഞത്തിൽ എന്തെങ്കിലും കുറച്ച് ധനം കൊടുത്തു, ധനം കൊണ്ട് സേവ ചെയ്തു, അതുകൊണ്ട് അവരാണ് വാരിസ് എന്ന് വിചാരിക്കരുത്. ബാബയുടെ യജ്ഞ സേവനത്തിൽ ധനം കൊണ്ടുള്ള സഹയോഗം എത്രയോ ആത്മാക്കൾ ചെയ്യാറുണ്ട്. ജ്ഞാനത്തിലില്ലാത്ത ചില ആത്മാക്കളും സഹയോഗം ചെയ്യുന്നവരുണ്ട്. എത്രയോ സ്ഥലത്ത് ബാബയ്ക്ക് വീടുകൾ വാടകയില്ലാതെ വീട് തരുന്ന ആത്മാക്കളുണ്ട്, ഇല്ലേ? ഉപയോഗിച്ചോളൂ പറഞ്ഞ് റെന്റ് ഫ്രീ ആയിട്ട്. ഒരു നല്ല കാര്യമല്ലേ? അവർക്കും റിട്ടേൺ കിട്ടില്ലേ? അവരെ നമ്മൾ വാരിസ് എന്ന് പറയില്ല, സഹയോഗി പറയും ബാബ. നമ്മൾ നോക്കേണ്ടത്, നമ്മൾ BK ലൈഫിൽ ഞാൻ ഒന്നുകൊണ്ട് സ്നേഹി ബാബ പറയില്ലേ, മറ്റൊന്ന് യോഗി, മറ്റൊന്ന് സഹയോഗി. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞേ? വാരിസ്, അവകാശി കുട്ടി. ഈശ്വരന്റെ സർവസ്വത്തിനും അവകാശിയായി ജന്മജന്മാന്തരങ്ങളിലേക്ക് 21 ജന്മത്തേക്ക് ബാബയുടെ സമ്പത്തിന് അവകാശിയാക്കാനുള്ള യുക്തിയാണ് പറഞ്ഞ ബാബ. ഈ ജന്മം സംഗം യുഗി ബ്രാഹ്മണ ജന്മത്തില് ബ്രഹ്മബാബയെ പോലെ നമുക്കും അവകാശിയായിട്ട് മാറും. ആ വാരിസ് കുട്ടികളുടെ ലക്ഷണം എന്താണ്? അടുത്തത്, 4 കാര്യത്തിലും നിശ്ചയബുദ്ധിയായിരിക്കും, ഇളകിക്കളിക്കില്ല. ഈവൻ യജ്ഞത്തിൽ എന്തെങ്കിലും ഒരു വിഘ്നം വന്നാലും, അത് മുഴുവൻ മഹായജ്ഞത്തിൽ എന്തെങ്കിലും ഒരു വിഘ്നമാകട്ടെ, അല്ലെങ്കിൽ ഇരിക്കുന്ന സെന്ററിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു വിപത്തോ ആപത്തോ ബുദ്ധിമുട്ടോ വന്നാൽ, അയ്യോ സെന്ററിലും പ്രശ്നമാണ്, ഞാനിനി ആ വഴിക്ക് പോവില്ലേ. സെന്റർ നല്ലതായിരുന്നപ്പോൾ ദീർഘകാലം 10 വർഷം 15 വർഷം 20 വർഷം ഞാൻ സുഖമായിട്ട് പോയിരുന്നു മുരളി കേട്ടോ, സുഖമായിട്ടിരുന്ന് യോഗം ചെയ്തു. എനിക്ക് ശാന്തി കിട്ടി, സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. യോഗം ചെയ്യാൻ പഠിച്ചു. അവിടെ മുരളിന്ന് വീട്ടിലിരുന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടേ, ഒരു കുടുംബം അല്ലെങ്കിൽ അവകാശി എന്ന ലൗകികത്തിൽ ആരേ പറയുള്ളൂ. ഒരു വീട്ടില് സന്തോഷം വരുമ്പോൾ അതിൽ പങ്കാളിയാക്കുക മാത്രമല്ല, ആ കുടുംബത്തിലൊരു വിപത്ത്, ഒരു പ്രശ്നം വന്നാൽ അല്ലേ, അതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ആ കാര്യം സോൾവ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു വിഘ്നം ഉണ്ടായാൽ, തടസ്സം ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വിപത്തല്ലെ ഒരു ആപത്ത് വന്ന് ചേർന്നാൽ അവിടെയും മുന്നിൽ ആരായിരിക്കും നിൽക്കുക? കുടുംബാംഗങ്ങളല്ലേ നിൽക്കുക. അപ്പം ഞാൻ ബാബയുടെ, ഇന്ന് ബാബ മുരളി പറഞ്ഞില്ലേ, ഇത് ഈശ്വരീയ ഫാമിലിയാണ്, ഈശ്വരൻ്റെ കുടുംബമാണ്. ഈശ്വരൻ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ, ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണെങ്കിൽ, അതുകൊണ്ടാണല്ലോ കുട്ടിയായതുകൊണ്ടല്ലേ ഞാൻ ബാബ എന്ന് വിളിക്കണേ. അപ്പൊ ബാബ എന്ന് വിളിച്ച് ബാബയുടെ സമ്പത്തിന്റെ അവകാശിയായിട്ട് മാറണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ കാര്യവും ഞാൻ നോക്കണ്ടേ? സന്തോഷത്തിലും പങ്കാളിയാകണം, പ്രോഗ്രാം വരുമ്പം പങ്കാളിയാകുക, ക്ലാസ് കേൾക്കുക, യോഗം ചെയ്യുക, ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക. അത് മാത്രമേ വാരീസാകില്ലല്ലോ. വാരീസാകുക അർത്ഥം എന്താണ്? സന്തോഷത്തിലും ഫങ്ഷനിലും അല്ലെ ക്ലാസ്സിലും യോഗത്തിലും പങ്കെടുക്കുന്നത് പോലെ ബാബ വീട്ടിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും, ഒരു വിഘ്നത്തിൻ്റെയോ വിപത്തിൻ്റെയോ വിഷയം ഉണ്ടായാലും അവിടെ ആദ്യം ഞാനായിരിക്കും ഓടിയെത്തുക. സിസ്റ്ററെ എന്താ സംഭവിച്ചല്ലേ, എന്താ ചെയ്യണ്ടേ, എന്താ വിഷയം, നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിക്കണം? സംഭവം ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മുടെ വീട്ടിലെ കാര്യമാണ്. കുടുംബത്തിലൊരു കാര്യം വന്ന് ഭവിക്കുമ്പോൾ അവിടെ ആദ്യം ഓടിയെത്തേണ്ടത് നമ്മളാണ്. അല്ലാതെ അയ്യോ പ്രശ്നമാണ്, ഞാൻ ആ വഴിക്ക് പോവില്ല, ഞാൻ BK ആണെന്ന് അല്ലേ ചിലർക്ക് പറയാൻ പോലും അപ്പം മടിയാവും. ചിലർക്ക് ബാഡ്ജ് കുത്തിയിട്ട് നടക്കുന്നതേ നാണക്കേടാണ്. ബാഡ്ജ് അഴിച്ചു വെക്കുന്നവരുണ്ട്. BK ആണെന്ന് എല്ലാവരുടെയും മുന്നിൽ പറയാൻ മടിക്കുന്നവരുണ്ട്. ഒരു സാധാരണ റോട്ടറി ലയൺസ്
കുറെ ക്ലബുകളുണ്ടല്ലോ, അതിലൊക്കെ പോകുന്ന റൊട്ടേറിയൻസ് അവർക്കൊരു ബാഡ്ജ് കിട്ടിയ അവരെ ആ ബാഡ്ജും കുത്തിയിട്ട് ഞാനൊരു റൊട്ടേറിയനാണ്, ഞാനൊരു ലയണാണ് എന്ന് പറയാൻ എത്ര സ്വാഭിമാനാണ്. നമ്മൾ ആലോചിക്കണം, ഞാനൊരു ഈശ്വരീയ സന്താനമാണ്, ഈശ്വരീയ കുടുംബത്തിലേതാണ്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ബാബ പറഞ്ഞില്ലേ, ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റിയിലേതാണ്. ഗോഡ്ലി സ്റ്റുഡൻ്റ് ആണ്, ഭഗവാന്റെ കുട്ടിയാണ്, ബാബയുടെ കുട്ടിയാണെന്ന് പറയാൻ നമുക്ക് എത്രത്തോളം ഉള്ളുകൊണ്ട് സ്വാഭിമാനമുണ്ട്. ഞാൻ ഈ ഈശ്വരീയ കുടുംബത്തിലേതാണെന്ന് സ്വാഭിമാനം. ഈശ്വരീയ കുടുംബത്തിലേതാണെന്ന സ്വാഭിമാനം ഉണ്ടെങ്കിൽ എനിക്ക് 4 കാര്യത്തിൽ നിശ്ചയം വരും. ബാബയിൽ മാത്രമല്ല, ബാബയിൽ ശരി, ഭഗവാനിലെ ഭക്തിയിലും നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത് പുതിയ കാര്യമായിട്ട് നമ്മൾ വിചാരിക്കരുത്. ബാബയിൽ നിശ്ചയം മാത്രമല്ല, ആദ്യം എനിക്ക് എന്നിൽ നിശ്ചയം, എൻ്റെ പാർട്ടിൽ നിശ്ചയം അല്ലേ. ഞാനൊരു ആത്മാവാണെന്നും ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ ഭാഗമാണെന്നും. അഭിനയ ഭാഗം അല്ലെ, പ്രീ റെക്കോർഡഡ് ആണ്. നാടകത്തിലുള്ള നിശ്ചയം, നാടകത്തിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെ പാർട്ടിലുള്ള നിശ്ചയം. പിന്നെയോ ഈ പരിവാരത്തിലുള്ള നിശ്ചയം. ഏത് കുടുംബത്തിലാണോ നമ്മൾ ശരീരം കൊണ്ട് പാർട്ട് അഭിനയിക്കണേ, അപ്പോഴും നമുക്ക് ഇത് അന്തിമ ജന്മമാണ്. ശരീരം കൊണ്ട് എവിടെ ജനിച്ചോ, എവിടെ ജീവിക്കുന്നു, ലൗകിക രീതിയിലും നമുക്ക് എന്തൊക്കെ കടമകളും കർത്തവ്യങ്ങളും ഉണ്ടോ, ആ കടമകളും കർത്തവ്യങ്ങളും എല്ലാം നമ്മൾ ബാബ ഏൽപ്പിച്ച സേവ എന്ന മനോഭാവത്തോടു കൂടി, ഭഗവത് സേവ എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുക. ബാബ വീട്ടിലാണെങ്കിലും ഇതെൻ്റെ ബാബയുടെ വീട്, എൻ്റെ ബാബ എന്നല്ലേ നമ്മൾ വിളിക്കണേ. അപ്പൊ ബാബ വീട്ടിലെ എല്ലാ കാര്യവും ആരുടെ കാര്യമാണ്? എൻ്റെ കാര്യമാണ്. എന്തെങ്കിലും ഒരു കയറ്റിറക്കം ഉണ്ടായാലും സെൻട്രലിൽ തന്നെ ബാബ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല, യജ്ഞമാണ്, പലതരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എന്തെങ്കിലും വിഘ്നങ്ങളോ പ്രശ്നങ്ങളോ പരിതസ്ഥിതികളോ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ കലിയുഗത്തിലല്ലേ ഭഗവാനും വന്ന് ഈ യജ്ഞം രചിച്ചിരിക്കുന്നത്. കലിയുഗികളായ നമ്മൾ മനുഷ്യരല്ലേ വന്ന് ഈ യജ്ഞത്തിൽ ജീവിക്കണേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്ലസ് മൈനസുകളിലൂടെ എന്തെങ്കിലുമൊക്കെ അല്ലെ, ഒന്നുകിൽ ഇവിടെയുള്ളവരുടെ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നവരുടെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കളുടെ ഇടപഴകൽ കാരണം എന്തെങ്കിലുമൊക്കെ പ്ലസ്സുകളും മൈനസുകളും ഉണ്ടാക്കാം. പക്ഷെ ഇതെൻ്റെ ബാബയുടെ വീടാണെങ്കിൽ, എൻ്റെ വീടാണെങ്കിൽ, ഞാൻ ബാബയുടെ അവകാശി കുട്ടിയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ലൗകിക കുടുംബത്തിലാണെങ്കിൽ നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നാട് മുഴുവൻ പറയൂ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്താ ചെയ്യുക? എത്രത്തോളം അതിനെ ഉള്ളിൽ ഒതുക്കാൻ പറ്റും ഉള്ളിൽ ഒതുക്കാം, അല്ലേ? ഈശ്വരീയ കുടുംബമോ ഇതും എൻ്റെ കുടുംബമല്ലേ? അപ്പൊ നമ്മൾ നോക്കണം, എനിക്ക് എൻ്റെ മേലെയുള്ള നിശ്ചയം, എനിക്ക് എൻ്റെ മേലെ നിശ്ചയം ഉണ്ടെങ്കിലേ ഞാൻ ഇളകാതിരിക്കുള്ളൂ. ഡ്രാമയാണ്, പാർട്ടാണ്. ഡ്രാമ മംഗളകാരിയാണ്. ഡ്രാമയിൽ മംഗളേ ഉണ്ടാകുള്ളൂ. എന്തൊക്കെ ഇളക്കാനുള്ള സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ ഇളകാതിരിക്കുക. ഇളക്കാനുള്ള അനേകം മായകൾ നമുക്ക് വരും, വിഘ്നങ്ങളും പ്രതിസന്ധികളും വരും. നമ്മുടെ മുഴുവൻ BK ജീവിതത്തിൽ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുക. എപ്പോൾ നമ്മൾ ഈ ജ്ഞാനമാർഗത്തിൽ വന്നു, എന്തെല്ലാം കയറ്റിറക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. ലൗകികത്തിലും അലൗകികത്തിലും എന്തെല്ലാം അല്ലേ കയറ്റിറക്കങ്ങളിലൂടെ കടന്നുപോയി. സുഖവും ദുഃഖവും, നിന്ദയും സ്തുതിയും, മാനവും അപമാനവും, വിജയവും പരാജയവും, ഇതൊക്കെ ഉണ്ടായ സിറ്റുവേഷനുകളിലെല്ലാം എനിക്ക് ഏകരസത്തിൽ അചഞ്ചലമായി ദൃഢതയോടെ ഉറച്ചു നിൽക്കാനായോ? അതോ എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ പാർട്ടിലോ ബാബയുടെ മേലെയോ ജ്ഞാനത്തിലോ ഈ പരിവാരത്തിലോ എപ്പോഴെങ്കിലും സംശയം വന്നിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. ബാബ എന്താ പറയാ? സംശയബുദ്ധി വിനശ്യന്തി, നിശ്ചയബുദ്ധി വിജയന്തി. 4 തരത്തിലുള്ള നിശ്ചയവും
നമ്മുടെ ഉറച്ചതാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിച്ച് ഒരു കുടുംബത്തിലായാലും അങ്ങനെയല്ലേ, നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സഫല ജീവിതം ജീവിക്കണമെങ്കിൽ ഈ നിശ്ചയത്തിൻ്റെ അടിത്തറ ഏറ്റവും ഉറച്ചതായിരിക്കണം. മാതേശ്വരിയുടെ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്, ജൂൺ മാസം. മാതേശ്വരിയുടെ നിശ്ചയത്തിൻ്റെ അടിത്തറയെക്കുറിച്ചുള്ള പല സംഭവങ്ങളും നിങ്ങൾ ആദിദേവി പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ, വായിച്ചിട്ടുണ്ടാവും. ഒരിക്കലും അമ്മയുടെ അടുത്ത്, ബാബയുടെ അടുത്ത്, ബ്രഹ്മ ബാബയുടെ അടുത്ത് ലച്ചുദാദി ഒരു കിളിക്കൂടിലെ കിളിമുട്ടയുമായിട്ട് പോവും. അപ്പം എല്ലാവരും ബാബയോടൊപ്പം ദാദിമാരൊക്കെ ഉണ്ട്. ബാബ പറയാം മമ്മയെ വിളിക്കൂ പറഞ്ഞു. മമ്മയുടെ അടുത്ത് മമ്മയെ വിളിച്ചു. മമ്മ ഓടി വന്നു. അപ്പം മമ്മയുടെ അടുത്ത് ബാബ പറഞ്ഞു, ദാ അത് കണ്ടു കിളിമുട്ട. ബാബ എടുത്ത കിളിമുട്ട കൈകൊണ്ട് മമ്മയോട് പറഞ്ഞു, മമ്മ ഈ കിളിമുട്ട കഴിക്കൂ. മമ്മയ്ക്ക് കിളിമുട്ട ബാബ വായിലിട്ട് തരാൻ പോവാണ്. ബാബ കിളിമുട്ട എടുത്ത് മമ്മയുടെ വായിലേക്ക് കൊണ്ടുവന്നു. മമ്മ കഴിക്കൂ പറഞ്ഞു. മമ്മ, ബാക്കി എല്ലാവരും പറഞ്ഞു, കൂടെ നിന്ന് നോക്കിന്ന് കണ്ടവരെല്ലാം ബഹളം ഉണ്ടാക്കിയോണ്ട്, മമ്മ അത് കിളിമുട്ടയാണ്, മുട്ട നമ്മളാരും കഴിക്കില്ലല്ലോ, അത് കിളിമുട്ടയാണ്, മമ്മ വായി തുറക്കല്ലേ എന്ന് എല്ലാവരും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ബാബ പറഞ്ഞു, മമ്മ വായി തുറന്നു. കിളിമുട്ടയും കൊണ്ട് ബാബ മമ്മയുടെ വായിലേക്ക് വിരലുകൾ അകത്തേക്ക് ആ മുട്ടയോട് കൂടി കൊണ്ടുപോയി. പക്ഷെ അതേപോലെ ബാബ തിരിച്ചെടുത്തു. മമ്മയോട് ബാബ പറഞ്ഞു, മമ്മ പാസ്സായി. 4 വശവും നിന്ന് എല്ലാവരും ബഹളം ഉണ്ടാക്കി. അയ്യോ ബാബ മമ്മയുടെ വായിൽ കിളിമുട്ട ഇടല്ലേ. ബാക്കി എല്ലാവരും പറഞ്ഞു മമ്മയോട്, മമ്മ വായി തുറക്കല്ലേ. എല്ലാവരും തോറ്റു. ബാബ പറഞ്ഞു, മമ്മ പാസ്സായി. മമ്മയ്ക്ക് ബാബയുടെ മുന്നിൽ ജി ബാബ, എന്ത് ബാബ പറഞ്ഞാലും ജി ബാബ. അതിൻ്റെ അപ്പുറം ഇപ്പുറം മമ്മ ചിന്തിക്കുമായിരുന്നില്ല. വ്യർത്ഥ സങ്കല്പങ്ങളെ കൊണ്ടുവന്നിട്ടില്ല. കാരണം അമ്മ ഒരിക്കലും ബ്രഹ്മബാബയെ ഒറ്റയ്ക്ക് കാണുമായിരുന്നില്ല. ബ്രഹ്മാവിൽ എപ്പോഴും ശിവബാബയുടെ സാന്നിധ്യം ഭഗവാന്റെ ആജ്ഞയാണ്. ഭഗവാൻ പറയുകയാണ്, ഭഗവാൻ എന്ത് പറയുന്നു അത് ചെയ്യുക. നമ്മളിപ്പോ സാധാരണ പറയില്ലേ, കണ്ണടച്ചുള്ള വിശ്വാസം. ഈശ്വരന്റെ മേലെ എങ്ങനെയായിരുന്നു മീരയുടെ ഭക്തി, മീരയുടെ വിശ്വാസം. മമ്മയുടേത് അത്രത്തോളം അചഞ്ചലമായ നിശ്ചയമായിരുന്നു ബാബ മേലെ. ശിവബാബയുടെ മേലെ എത്ര നിശ്ചയമുണ്ടായിരുന്നു, അത് ബ്രഹ്മബാബയുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാബയുടെ ഓരോ ഡയറക്ഷനും, മുരളിയിലൂടെ കിട്ടുന്ന ഓരോ ഡയറക്ഷനും മാതേശ്വരി അതേപോലെ പാലിച്ചു. നമ്മൾ നോക്കണം, ഞാൻ എത്രത്തോളം ബാബയുടെ അവകാശി കുട്ടിയാണ്. എന്ത് കാര്യം ബാബയുടെ യജ്ഞത്തിൽ കേട്ടാലും, സെൻട്രലിൽ തന്നെ ഒരാൾക്ക് സുഖമില്ല അറിഞ്ഞു ബാബ വീട്ടില്, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അല്ലേ, നമ്മൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ആശുപത്രി കൊണ്ടുപോകും, മരുന്ന് വാങ്ങിക്കൊടുക്കും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമുക്കറിയാം എത്ര ചെലവുണ്ട്. ഓപ്പറേഷനാണെന്ന് കേട്ടാൽ അറിയാം. ഇന്നത്തെ കാലത്ത് ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ്. ബാബയുടെ സെന്ററിൽ നിമിത്തായ ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനാണ്. അപ്പൊ നിമിത്തായ ഒരു പക്ഷെ എല്ലാം ക്ലാസ്സിൽ ഗതിയിലിരുന്ന് എല്ലാം പറയാൻ പറ്റില്ല. സുഖമില്ല, അഡ്മിറ്റാണ്, ഇന്നാളുടെ ഓപ്പറേഷനാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ബാബയുടെ കുട്ടിക്ക് ഒരു നിമിത്താത്മാവിന് ബാബ വീട്ടിലെ കുട്ടി അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓപ്പറേഷൻ എത്ര ചെലവ് വരും. അപ്പൊ അറിഞ്ഞു കണ്ട് സിസ്റ്റർ പറയട്ടെ അപ്പൊ ചെയ്യാം, പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ബാബ പറയില്ലേ, അതാണ് സഹയോഗി. പക്ഷെ വാരീസ് ആരാണ്, അവകാശി ആരാണ്, അറിഞ്ഞുകണ്ട് ബാബ പറയില്ലേ, സൂചനയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതെവിടെ ധനത്തിന്റെ സപ്പോർട്ട് വേണോ അത് കൊടുക്കാം, എവിടെ ശരീരം കൊണ്ട് സപ്പോർട്ട് വേണോ. ബാബ വീട്ടിലൊരു ഗുരുവാറാണെങ്കിൽ പോലും, വ്യാഴാഴ്ചയാണെങ്കിൽ പോലും ചിന്ത വരും, നാളെ വ്യാഴാഴ്ചയല്ലേ, ഇന്ന് ബുധനാഴ്ചയല്ലേ, ബാബ വീടെല്ലാം ക്ലീൻ ചെയ്യണ്ടേ, നാളെ ബാബയ്ക്ക് ഭോഗ് വയ്ക്കേണ്ടതല്ലേ, ഭോഗ് വയ്ക്കാനുള്ള ഫ്രൂട്ട്സ് വേണ്ടേ ബാബയ്ക്ക്. ഭോഗ് രാവിലെ ഉണ്ടാക്കുമ്പോൾ
അല്ലെ? ബാബയുടെ ശ്രീമതത്തിൽ ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചിന്തിക്കും? മിക്ക സെന്ററുകളിലും, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നോക്കിയ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഭായി മാത്രമേ ഉള്ളൂ. ശരി, ബോഗിടെയാണ്. രാവിലെ ഒരു ഭായി താമസിക്കുന്ന സ്ഥലത്ത് ഭായിമാർക്ക് രാവിലെ നേരത്തെ പോകാം. ആർക്ക് അടുക്കളയിൽ കയറി സഹയോഗം ചെയ്യാൻ പറ്റുമോ? ബോഗുണ്ടാക്കാം. രണ്ടുപേര് പോയി ബോഗുണ്ടാക്കി, ബോഗ് ടേബിൾ റെഡിയാക്കണം, ബോഗുണ്ടാക്കണം, അമൃതം ഉണ്ടാക്കണം രാവിലെ. കാരണം സെന്ററിൽ ഇരിക്കുന്ന ആൾക്ക് രാവിലെ റെഡിയായി മുരളി വായിക്കണം, അല്ലെ? ക്ലാസ് റൂം സെറ്റ് ചെയ്യണം. അപ്പൊ തലേ ദിവസം തന്നെ പോയി ബാബയുടെ വീട് ക്ലീൻ ചെയ്ത് വെക്കുക, ക്ലാസ് റൂം സെറ്റ് ചെയ്ത് വെക്കുക. രാവിലെ നേരത്തെ, അല്ലെ? ബ്രദേഴ്സ് ഇരിക്കുന്നിടത്ത് രാവിലെ നേരത്തെ പോകാം. അമ്മമാർക്ക്, സിസ്റ്റേഴ്സിന് ഇരിക്കുന്ന സ്ഥലത്ത് തലേ ദിവസം രാത്രി പറ്റുകയാണെങ്കിൽ പോയി സ്റ്റേ ചെയ്യാം. നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യാം, സിസ്റ്ററെ നാളെ വ്യാഴാഴ്ചയല്ലേ, എന്നാൽ ബുധനാഴ്ച ഞാൻ വരാം, ബാബ വീട്ടിൽ നിൽക്കാം. രാവിലെ അമൃത് വേളയും ചെയ്ത് രാവിലെ ബോഗിന് വേണ്ടുന്ന കാര്യങ്ങൾ അമ്മമാരെ, കന്യകമാരെ, സിസ്റ്റേഴ്സ് നിൽക്കുന്നിടത്ത് പോകാമല്ലോ. അവിടെ സൗകര്യമുള്ള സെന്ററുകളിലാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ പോവാം. ഇനി രാത്രി പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ രാവിലെ നേരത്തെ എത്താമല്ലോ. ഗുരുവാറല്ലേ, ക്ലാസ്സിന് മുമ്പ്, അല്ലെ? എന്തെല്ലാം അറേഞ്ച്മെന്റ് ഉണ്ട് ബോഗ് വയ്ക്കണമെങ്കിൽ. എന്തിനൊന്നുമില്ലെങ്കിലും രാവിലെ പോകുന്ന സമയത്ത്, ദിവസവും രാവിലെ മുരളിക്ക് പോകുമ്പോൾ ബാബയുടെ റൂമിൽ നമ്മൾ ആദ്യം പോകുന്നത് ബാബയുടെ റൂമില്ല. ഭക്തിയില് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പിടി പുഷ്പവും കൊണ്ടാ പോണേ, അല്ലെ? ബാബയുടെ റൂമില് ബാബയ്ക്ക് മുന്നിൽ നമ്മുടെ ഭക്തിയല്ല, പക്ഷെ ഒരു പുഷ്പം വലിക്കുമ്പോഴത്തെ ഒരു ഭാവന, ഒരു പൂ പൊട്ടിക്കുമ്പോഴത്തെ ഭാവന ഇതെന്റെ ബാബയ്ക്ക് വെക്കാനാണ്. അപ്പൊ വീട്ടിൽ എന്ത് ചെയ്യും? നമ്മൾ 4 ചെടി വെക്കും, എൻ്റെ ബാബയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതിനുവേണ്ടി ഒരു ചെടി 4 ചെമ്പരത്തിയോ തെച്ചിയോ, അല്ലെ, നട്ട് വളർത്തി വെള്ളമൊഴിച്ച് അതിനെ വളർത്തുമ്പോൾ ഒന്ന് നമുക്ക് പ്രകൃതി, ആ സസ്യം, അതിനെ വളർത്തുന്നത് ബാബ ബാബ പറഞ്ഞ് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലെ പുഷ്പം ഉണ്ടാക്കി എനിക്ക് ബാബയ്ക്ക് കൊണ്ടുപോയി വെക്കണം. ദിവസവും രാവിലെ പോകുമ്പോൾ എനിക്ക് ബാബയ്ക്ക് ബാബയുടെ റൂമിൽ ഒരു പിടി പുഷ്പവും കൊണ്ട് പോണം. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുകിൽ അവരവരുടെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എവിടുന്ന് പുഷ്പം കിട്ടൂ, അല്ലേ? കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ കഴിയുമെങ്കിൽ പുഷ്പം വെച്ച് ബാബയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും, അല്ലേ, മഹത്തരമായ കാര്യമായിട്ട് മാറും. നമുക്ക് ശിവജ്യോതി ഭവനിൽ നമ്മുടെ ഒരു മാതാജി ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ബോഗിനെല്ലാം മാതാജി ബാബയ്ക്ക് മാല കെട്ടിക്കൊണ്ടുവരും. കാരണം ഭക്തി മാർഗത്തിലെ മാതാജി ഇപ്പോഴും ഭക്തി ചെയ്തുകൊണ്ടിരുന്നും ദേവിക്ക് കൊണ്ടുപോയിട്ട് മാല കെട്ടിക്കൊടുക്കും. നമ്മുടെ മാതാജി കല്ലേക്കുളങ്ങര മാജി, ലക്ഷ്മാജി, ഭഗവതിക്ക്, ഏമൂർ ഭഗവതിക്ക് മാല കൊടുക്കും, ബാബയുടെ വീട്ടിലും മാല കൊണ്ടുവരും. അതിനു മുമ്പെല്ലാം നമ്മൾ മാല വാങ്ങിയിട്ടായിരുന്നു ബാബയ്ക്ക് വെക്കുമായിരുന്നു പൂക്കടയിൽ നിന്ന്. മാതാജി അതിനു വേണ്ടി പൂവ് ശേഖരിച്ച് ബാബ 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 പറഞ്ഞ് മാല കെട്ടി, മഴയായാലും കാറ്റായാലും വിഘ്നായാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും മാതാജി ബാബയ്ക്കുള്ള ആ പൂമാല കെട്ടി ബാബയുടെ അരികിൽ എത്തിക്കുമ്പോൾ മാതാജിക്കുള്ളൊരു സന്തോഷം. ബാബ പറയില്ല, എല്ലാം യോഗമാണ്, എല്ലാം നൽകുന്നത് ഒരു ആനന്ദമാണ്. ഇന്നത്തെ പ്രധാനത്തിൽ പറഞ്ഞില്ലേ ബാബ, സംഗം യുഗത്തിലെ പ്രാപ്തിയാണ് അതീന്ദ്രിയ സുഖം, ഡബിൾ പ്രാപ്തി. അതിൽ ശാന്തിയുണ്ട്, സുഖമുണ്ട്. അപ്പൊ ബാബയ്ക്ക് നാളെ മാല കെട്ടണമെങ്കിൽ, അല്ലെ, വ്യാഴാഴ്ച എനിക്ക് മാല കൊണ്ടുവരണമെങ്കിൽ ബുധനാഴ്ച മുതൽ എന്റെ സങ്കല്പം വരും, അല്ലെ, പൂ ശേഖരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ചെടി വെക്കണം, പുഷ്പിക്കുന്ന, അല്ലെ, ചെടികൾ വെക്കണം, വളർത്തണം, എൻ്റെ ബാബയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം, ബാബ റൂമിൽ കൊണ്ടുപോയി പുഷ്പം വെക്കണം. മാത്രല്ല ഇനി, അല്ലെ, ഒരു ബാബയുടെ റൂമിൽ പോവാണ്, ഒരു വാടിയ പുഷ്പം ഇരിക്കണ കണ്ട ആ വാടിയ പുഷ്പം എടുത്തുകൊണ്ട് കളയുക. ഇത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമല്ല. തിരികത്തിച്ച് വെച്ച് ചന്ദനത്തിരിയുടെ പൊടിയൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ബാബ റൂമിൽ കാണുകയാണ്. ഒരു വാരീസ് ആത്മാവാണെങ്കിൽ എന്ത് ചെയ്യും? ആ പൊടിയെല്ലാം എടുത്ത് കളഞ്ഞ് ആ ചന്ദനത്തിരിയുടെ കുറ്റി എടുത്തോണ്ടേ പുറത്ത് കളയും, വൃത്തിയാക്കി കൊണ്ടുവന്ന് നോക്കിയാൽ ഇതൊക്കെ വെക്കാൻ ആരോ ഉണ്ട്, ആരോ ചന്ദനത്തിരി കത്തിച്ചോളും, ആരോ ക്ലീൻ ചെയ്തോളും. എനിക്ക് യോഗം ചെയ്താൽ പോരെ, ഞാൻ ബാബ റൂമിൽ യോഗത്തിന് വന്നതല്ലേ. ചില ആത്മാക്കൾ എന്ത് ചെയ്യും? പലതും കുറ്റം പറയാം. ക്ലാസ്സിൽ ഇന്ന് ക്ലാസ് അറേഞ്ച് ചെയ്തത് ശരിയായില്ല, ഇന്നല്ലേ ഈ ചന്ദനത്തിരി വെച്ചില്ല. ആരോടെ പരാതി പറയണം? നമ്മുടെ വീടല്ലേ, എനിക്ക് ചെയ്തൂടെ? ഞാൻ ചെയ്യണ്ടേ? ഞാൻ രാവിലെ നേരത്തെ പോവാ, അല്ലെ? സിസ്റ്റർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് അവിടെ ബാബയുടെ വീടുണ്ടായിരുന്നപ്പോൾ ഡോക്ടർ ചിത്രബാനു, സ്കിൻ സ്പെഷ്യലിസ്റ്റ്,
ഇപ്പൊ ബ്രദർ വയ്യാതിരിക്കുകയാണ്. ഭായിയാണ് 6:30 കൃത്യം ബാബയുടെ വീട്ടിലെത്തും. ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്, രാവിലെ ജനലെല്ലാം തുറന്നു വെക്കുന്നത് ഫസ്റ്റ് സ്റ്റുഡന്റ് ബ്രദറാണ്. 6 തൊട്ട് വന്ന് ഇതെല്ലാം ചെയ്തിട്ട് ഇരുന്ന് 7 മണി വരെ മുരളിക്ക് അരമണിക്കൂർ യോഗം ചെയ്തിട്ട് എപ്പോഴും ഭായ് മാത്രമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. പക്ഷെ കൃത്യം 6 തൊട്ട് 7 വരെ എന്നും യോഗം ചെയ്യും. അപ്പൊ വരുന്ന സമയത്ത് വന്ന് ചെയറെല്ലാം ഇട്ട് ജനലും വാതിലും എല്ലാം തുറന്നു വെച്ച് ബാബയുടെ മക്കളുടെ ഉള്ളില്, നമ്മുടെ ഉള്ളിൽ ആ വാരീസ് ക്വാളിറ്റി ആത്മാവ്, ആ രീതിയിൽ നമ്മൾ ഓരോ കാര്യത്തെയും കാണും, കേൾക്കും, എടുക്കും. പറയില്ലേ ഒരു കൂറുള്ള ആത്മാവ്, നമ്മൾ പറയില്ലേ അവർക്കൊരു കൂറുണ്ട്. ആ കുടുംബ ജീവിതത്തിൽ നമുക്കുള്ള അതേ കൂറ് ഈശ്വരീയ കുടുംബത്തിൽ അത് പരിധിയില്ലാത്തൊരു കൂറായിട്ട് മാറും. A to Z കാര്യം, ബാബയുടെ കാര്യം, യജ്ഞകാര്യം, അതെൻ്റെ കാര്യമാണ്, നമ്മുടെ കാര്യമാണ്, ഞാനാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ശരിയായില്ല. ചിലരുണ്ട് സെന്ററിൽ വന്നൊരു 100 പ്ലാൻ പറഞ്ഞിട്ട് പോകും. സിസ്റ്ററെ, ഭായി അങ്ങനെ സേവ ചെയ്യാം, ഇങ്ങനെ സേവ ചെയ്യാം, നമുക്ക് അവിടെ പോയി ആ പ്രോഗ്രാം ചെയ്യാം, ഈ പ്രോഗ്രാം ചെയ്യാം, എല്ലാം പറഞ്ഞിട്ട് പോവും. ഇതൊക്കെ ആരാ ചെയ്യുക? പക്ഷെ ഇത് ചെയ്യേണ്ടത് ഞാനും കൂടി ചേർന്നിട്ടാണെന്നൊരു ബോധം വേണ്ടേ? അല്ലെങ്കിൽ ചിലർ പറയും ഈ സെന്ററിൽ ഒരു സേവയും നടക്കണില്ല, ഇവരൊന്നും ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നല്ലേ ചെയ്യണ്ടേ? ഒരു യജ്ഞം, ഒരു ബാബ വീടെന്ന് പറഞ്ഞ് അല്ലേ, നമ്മൾ ക്ലാസ്സിൽ 10 പേരുണ്ടോ 20 പേരുണ്ടോ, ഈ 20 പേരും ചേരുന്നതാണ് അപ്പോഴാണ് ഒരു യജ്ഞമാക്കുക. അല്ലാതെ നമ്മൾ വിചാരിക്കരുത് ഞാൻ ഭണ്ഡാരിയിൽ മാസത്തേക്കുള്ള വാടകയ്ക്കോ അല്ലെങ്കിൽ ചെലവിനുള്ളത് സമർപ്പിച്ചു, അതുകൊണ്ട് ഞാൻ വാരീസാണ്, അങ്ങനെ വിചാരിക്കരുത്. വാരീസ് അർത്ഥം അല്ലെ ബാബ വീട്ടിലെ എല്ലാ കാര്യവും, സെന്ററിലെ ആകട്ടെ, നമ്മുടെ സോണിലാകട്ടെ, മധുബനിലാകട്ടെ, എന്ത് യജ്ഞകാര്യം നടക്കുമ്പോഴും ആ കാര്യത്തിന് നമ്മൾ സമ്പൂർണ്ണ സഹയോഗിയായിരിക്കുക. അറിഞ്ഞു കണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നമ്മുടെ സേവനം അല്ലേ അങ്ങോട്ട് ഓഫർ ചെയ്യുക ബാബയ്ക്ക്. അങ്ങനെ നിങ്ങൾ എഴുതി നോക്കൂ, ചിന്തിച്ചു നോക്കൂ അല്ലെ. ബാബ വാരീസ് ക്വാളിറ്റി, ധാരാളം വാരീസിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ഓരോ മുരളികളിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് അല്ലേ, അല്ലാതെ എൻ്റെ കാര്യം നടക്കുമ്പോഴൊക്കെ ബാബ എൻ്റെ കാര്യമൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ ഭക്തിയിൽ ചെയ്ത പോലെയല്ല കാര്യം നടത്താൻ നമ്മൾ പോയിട്ട് വഴിപാട് കഴിക്കും. ബാബ എനിക്ക് ഇന്ന കാര്യം, ഞാൻ ഇന്റർവ്യൂവിന് പോവാ, ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഭോഗിന് ഗുരുവാറിന്റെ ഭോഗ് എൻ്റെ ഇത്. അപ്പൊ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭോഗ് നടക്കണ്ടേ ബാബയുടെ? അങ്ങനെയല്ലല്ലോ. ശരി, വിശേഷ സങ്കല്പങ്ങളൊക്കെ, പക്ഷെ നമ്മൾ ഒരിക്കലും ബാബയെ നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരാളായിട്ട് മാത്രം കാണരുത്. നമ്മളാണ് ബാബയുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത്. നമ്മൾ ബാബക്കാരി, യജ്ഞകാര്യം, കാരണം ഇത് ലോകമംഗള കാര്യമാണ്, ലോകഹിതമാണ്. വിശ്വത്തിലെ എല്ലാ ആത്മാക്കൾക്കും ഹിതകരമായ കാര്യം, മംഗളത്തിനുള്ള കാര്യങ്ങളാണ് ബാബയുടെ യജ്ഞത്തിൽ നടക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അല്ലേ ആ യജ്ഞഹിതത്തിനനുസരിച്ച് വിശ്വമംഗള കാര്യത്തിന്റെ ഭാഗമായി മാറുക. ഒന്നിന്റെ മാറി നിന്ന് നമുക്ക് കുറ്റം പറയാം, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. പക്ഷെ നമ്മളും കൂടെ ചേർന്ന് വിശ്വമംഗള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ബാബയെയും ബാബയുടെ കാര്യത്തെയും കാണുക. അപ്പോഴാണ് ബാബ പറഞ്ഞേ, നിങ്ങൾ എന്നെ അവകാശിയാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് അല്ലേ എൻ്റെ സർവസമ്പത്ത് നൽകും. അങ്ങനെ നമുക്കെല്ലാം ബാബയുടെ അവകാശി മക്കളായിട്ട് മാറാം. ഓം ശാന്തി.